അദ്ദേഹം പറഞ്ഞ ജി സുധാകരന്റെ നീക്കം നേരത്തെ ആലോചിച്ചുറപ്പിച്ചെടുത്തതാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. പ്രായപരിധി മാനദണ്ഡം പാർട്ടിയിലെ എല്ലാവർക്കും ബാധകമായിരുന്നു. എന്നാൽ ജി സുധാകരൻ അത് തെറ്റിദ്ധരിച്ചുവെന്നും മുഖ്യമന്ത്രി മാതൃഭൂമി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. ജി സുധാകരന്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വന്തം അനുജൻ ഒരു രക്തസാക്ഷിയാണ്. അങ്ങനെ രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്ന ജി സുധാകരനാണ് ഇങ്ങനെ ഒരു മാറ്റം ചെയ്തത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പാർട്ടിയെ അമ്പരപ്പിച്ച ഒരു കാര്യമല്ലേ. അതുപോലും ഏറ്റവും അവസാനം അദ്ദേഹം അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുകയായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ ചെയ്തത്. അദ്ദേഹത്തിന്റെ അനുജന്റെ അതിന് പോലും വ്യാഖ്യാനം നടത്താൻ അദ്ദേഹം നിർബന്ധിതനായി. കാരണം പുതിയ കൂട്ടുകെട്ടിലേക്ക് പോകുമ്പോൾ അവരെ ഒരു തരത്തിലും വേദനിപ്പിക്കരുത് എന്ന് കരുതുകയാണ്. എത്ര വലിയ തകർച്ചയിലേക്കാണ് പോകുന്നത് എന്നാണ് നാം കാണേണ്ടത്. അതേവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. അതൊക്കെ ബോധപൂർവമാണ്. അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നത് ഒരു ദിവസത്തെ ആലോചനയുടെ ഭാഗമല്ല എന്നുള്ളതാണ്. അതിന് മാത്രം ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ നിരത്താനുമില്ല. തൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ പാർട്ടി അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചുവെന്നോ അദ്ദേഹത്തിനെതിരെ മറ്റെന്തെങ്കിലും ന്യായരഹിതമായ നീക്കങ്ങൾ നടത്തിയെന്നോ പറയാനില്ല. 75 വയസ്സ് പ്രായപരിധി എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ നേതാക്കൾ സാധാരണഗതിയിൽ ഉള്ള പ്രവർത്തനത്തിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സുധാകരനും അത് ബാധകമായി എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അവഗണിക്കപ്പെട്ടിട്ടില്ല. അവിടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആ ജില്ലയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. അവിടെ പ്രത്യേകമായൊരു മുറി തന്നെ ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന് സജ്ജമാക്കിയിരുന്നു. അവിടെ പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു. അവിടെ വരുന്ന എല്ലാ പരിപാടികളിലും, ഏറെക്കുറെ മുഴുവൻ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കാൻ വേണ്ടി പാർട്ടി തന്നെ പ്രത്യേകം ക്ഷണിക്കാറുണ്ട്, പങ്കെടുപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലും അവഗണിക്കുന്ന നില ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഈ ഒഴിഞ്ഞു നിൽക്കുന്നത് എന്തോ ഒരു വലിയ അവഗണനയാണ്, തന്നോട് കാണിച്ച അവഗണനയാണ് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. അത് എല്ലാവരുടെ കാര്യത്തിലും ഉള്ള കാര്യമാണെന്ന് ഉള്ളത് അദ്ദേഹം മറന്നുപോയി. മാർഷൽ തുടരുന്നുണ്ട്. മാർഷൽ, ഇപ്പോൾ ജി സുധാകരൻ കഴിഞ്ഞ ദിവസവും അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിച്ചു. ഈ പല വിഷയങ്ങൾ വളരെ രോഷത്തോടെയൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടാണ്. എന്തായാലും പാർട്ടി വേണ്ട പരിഗണനയൊക്കെ കൊടുത്തിരുന്നു. അതിലൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ചില നിബന്ധനകൾ അത് പാർട്ടിക്ക് ആകെ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് അദ്ദേഹം തെറ്റിദ്ധരിച്ചു പോയതാണ്. എന്തായാലും സുധാകരൻ്റെ ഈ നീക്കത്തെ അതിനു മുന്നിൽ ഒരു തരത്തിലും പതറുന്നില്ല, ശക്തമായി പാർട്ടി മുന്നോട്ട് പോകുന്നു എന്നുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. അതായത് മുഖ്യമന്ത്രി ജി സുധാകരൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകുന്നത് ഇങ്ങനെയാണ്. 75 വയസ്സ് എന്നുള്ള പ്രായപരിധി, ആ പ്രായപരിധി എല്ലാവർക്കും ബാധകമായിട്ടുള്ളതായിരുന്നു. അത് അംഗീകരിക്കാൻ ജി സുധാകരന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള നീക്കങ്ങളെല്ലാം ഒരു നാടകമാണ്. UDF-ഉമായി ചേർന്ന് നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു നീക്കം നടത്തിയത്. അതിൽ പാർട്ടിക്ക് തെറ്റ് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ആലപ്പുഴയിലെ പാർട്ടിക്ക് യാതൊരുവിധ വീഴ്ചയും വന്നിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാ കാലത്തും ഇങ്ങനെ പാർട്ടിയെ വഞ്ചിച്ച് സ്ഥാനമോഹികളായിട്ടുള്ളവർ പുറത്തു പോകാറുണ്ട്. എന്നാൽ അവരെ മാതൃകയാക്കിക്കൊണ്ടല്ല പാർട്ടി അണികൾ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, CPM വളരെ ഗൗരവമായി ഇത്തരമൊരു പ്രവണത, പ്രത്യേകിച്ച് പാർലമെന്ററി വ്യാമോഹത്തിന് അടിമപ്പെട്ടുകൊണ്ട് എതിരാളികളുടെ കോടാലിക്കൈയായി മാറുന്ന ഒരു പ്രവണത ഇപ്പോൾ CPM നേതാക്കൾക്ക് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാര്യം പരിശോധിക്കുമെന്നും പാർട്ടി അതിനെക്കുറിച്ച് പഠിക്കുമെന്നും അദ്ദേഹം പറയുന്നു. മറ്റൊന്നുകൂടിയുണ്ട്, ഇങ്ങനെ കുറച്ചു പേർ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഒപ്പം നിൽക്കുന്ന പാർട്ടി സഖാക്കളെല്ലാം അങ്ങനെയാണ് എന്ന് കരുതാൻ സാധിക്കില്ല. കാരണം പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പോകുന്ന കരിങ്കാലികൾക്കൊപ്പമല്ല, അവരെ മാതൃകയാക്കിയിട്ടല്ല പാർട്ടി അണികൾ നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നൊന്ന്, ജി ഭുവനേശ്വർ ജി സുധാകരന്റെ അനുജനാണ്, SFIയുടെ രക്തസാക്ഷിയാണ്. 1977 മരണപ്പെട്ട രക്തസാക്ഷിയായിട്ടുള്ള ജി ഭുവനേശ്വരന്റെ കൊലപ്പെടുത്തിയത് KSU കോൺഗ്രസ് സഖ്യമാണ്. എന്നാൽ അവരെയെല്ലാം ന്യായീകരിക്കുന്ന തരത്തിലേക്ക് ജി സുധാകരൻ വന്നിരിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ പാർലമെന്ററി വ്യാമോഹം കൊണ്ട് മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ, അതായത് ജി സുധാകരന്റെ നിലപാടുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ ആലപ്പുഴയിലെ പാർട്ടിക്കും CPM-നും യാതൊരുവിധ വീഴ്ചയും വന്നിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് ജി സുധാകരന്റെ പ്രശ്നത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി നൽകുന്നത്.